ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ഓം ഗുരുഭ്യോ നമ. ശ്രീ ഗുരുവും ശാരദയും ആത്മീയ കൂട്ടായ്മയിലെ മുഖ്യ സാരഥി ശ്രീ അനിൽജി സർ, ബിന്ദു ഷാജിമ, മറ്റ് പാനൽ അംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശിവരിൻ ശ്രീ നാരായണ ഗുരു എന്ന ഗ്രന്ഥത്തിൻ്റെ പാരായണ തുടർച്ച. ശിവഗിരി തീർത്ഥാടനം അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഇനി ബാക്കി പറയാനുള്ളത്. തുടർച്ചയാണ്. ഗുരു ആധ്യാത്മികയിൽ ഊന്നി നിന്നുകൊണ്ട് ലോകത്ത് എങ്ങനെ സുഖമായി ജീവിക്കാമെന്ന് കാട്ടിത്തരികാനുള്ള ഒരു ഉപായമായിരുന്നു 8 അഷ്ടലക്ഷ്യങ്ങൾ. അതിൽ ഒന്നാമത്താണ് വിദ്യാഭ്യാസം എന്നാൽ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ ഗുരു ഉപദേശിച്ചു. വർത്തമാന കാലത്തിൽ ജീവിക്കുമ്പോഴാണ് നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത്. പൂർണ്ണമായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സ്വതന്ത്രനാകാൻ സാധിക്കൂ എന്ന് ഗുരു വെളിപ്പെടുത്തി. 2. ശുചിത്വമാണ് രണ്ടാമത്തേത്. ശുചിത്വം എന്നാൽ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധീകരണമാണ്. ഇതിനെ ഗുരു പഞ്ചശുദ്ധി എന്ന് പറയും. ശരീരശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, മനഃശുദ്ധി തുടങ്ങിയവയാണ്. ബാഹ്യമായ ശുചിത്വം പാലിച്ചാൽ നമ്മുടെ വീട്ടിലും പൊതുസ്ഥലത്തും മാലിന്യങ്ങൾ കൂടില്ല. ബാഹ്യമായ ശുചിത്വം പാലിക്കാത്തവർക്ക് ആന്തരിക ശുചിത്വം സാധിക്കില്ല. ശുചിത്വം ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ചൈതന്യം തന്നെയാണ് മറ്റുള്ളവരിലും കുടികൊള്ളുന്നത് എന്നറിയാനും സമത്വവും ശാന്തസുന്ദരവുമായ സോദരത്തേനെ വാഴുന്ന ഏകലോകം സൃഷ്ടിക്കാൻ സാധിക്കൂ. ഈശ്വരഭക്തി. ശുചിത്വമാണ് ഈശ്വരഭക്തിയുടെ അടിത്തറ. ഗുരു താമസിക്കുകയും രാജസികവുമായ ഉപാസനകളെ ഒഴിവാക്കി സാത്വികമായ ഉപാസനയിലൂടെ ഭക്തി വർദ്ധിപ്പിച്ചു. ക്രമേണ ജ്ഞാനപ്രാപ്തി കൈവരുത്താമെന്നാണ് ഗുരു ഉപദേശിച്ചത്. ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളെല്ലാം അതിനാണ്. തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തണമെന്ന് ഗുരു ഉപദേശിച്ചിരുന്നു. ഇനി സംഘടന. സംഘടിച്ച് ശക്തരാകുവാൻ ഗുരു ഉപദേശിച്ചിട്ട് 100 വർഷം പിന്നിട്ടു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെയാണ് പുതിയ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഗുരുവിൻ്റെ ആധ്യാത്മിക മഹത്വം മനസ്സിലാക്കാതെ സംഘടിച്ച് ശക്തരാകാൻ കഴിയില്ല. സ്വാർത്ഥത കൊണ്ട് അഹങ്കാരം വർദ്ധിച്ചു. പരസ്പരം വിമർശകരായി വഴക്കുകൂടി പിരിഞ്ഞു കഴിയുന്നവരുണ്ട്. ശ്രീനാരായണ ധർമ്മം, ശ്രീനാരായണ കൃതികളും മറ്റും പഠിച്ചാൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം വരികയുള്ളൂ. നമ്മുടെ എല്ലാ ആധ്യാത്മിക കേന്ദ്രം ഗുരുവാണ്. ആ ഗുരുവിൻ്റെ നിത്യ സാന്നിധ്യമുള്ള സങ്കേതം ഗുരുവിൻ്റെ ഭൗതിക ശരീരം കുടികൊള്ളുന്ന ശിവഗിരി മഠമാണ്. അവിടേക്ക് എത്തുന്നതാണ് തീർത്ഥാടന ലക്ഷ്യം. ശിവഗിരി മഠത്തെ നിലനിർത്തി ഗുരുവിനെ അനുസ്മരിച്ച് അനുഭവിച്ച് അറിയണം. ഇനി അടുത്തത് കൃഷി. ഗുരുവിൻ്റെ വാക്കുകളിൽ ജൈവരാശിയുടെ നട്ടെല്ലാണ് കൃഷി. ആഹാരം ബ്രഹ്മം അഥവാ ഈശ്വരനാണ്. ശരീരത്തിൻ്റെ പ്രാണധാരകൾ ശക്തി പകരുന്നതാവണം. ആഹാരം അതുകൊണ്ട് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ രാസവള പ്രയോഗം കുറച്ച് ജൈവവള കൃഷി ചെയ്യണം എന്നാണ് ഗുരുവിൻ്റെ ഉപദേശം. ശിവഗിരി മഠം ഈ രീതിയിലാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അതുമായി സഹകരിക്കണമെന്നുമാണ് ഗുരുവിൻ്റെ കൽപ്പന. ഈ കച്ചവടം. മനുഷ്യന് ജീവിക്കാൻ പണവും കച്ചവടവും വ്യവസായവും ആവശ്യമാണ്. ഗുരു നല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. വരവിനനുസരിച്ച് വേണം ചിലവ് ചെയ്യുവാൻ എന്ന് ഉപദേശിച്ചു. ശിവഗിരി മഠത്തിന് സമീപം ഒരു ചായക്കട നടത്തുവാൻ ഒരു ഗൃഹസ്ഥ ഭക്തനോട് ഗുരുദേവൻ പറഞ്ഞിരുന്നു,
എപ്രകാരം ആയിരിക്കണമെന്നും അതിൻ്റെ ലാഭം മിതമായിരിക്കണമെന്നും പറഞ്ഞിരുന്നു. നമ്മൾ ഇങ്ങനെ ആർജിക്കുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം ദാനകർമാദികൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നും നിഷ്കർഷിച്ചിരുന്നു. ഗൃഹസ്ഥാശ്രമികളുടെ കടമയാണ് ദാനധർമാദികൾ. അതിലൂടെയാണ് അവർക്ക് പുണ്യം നേടാനാകുന്നത്. കൈത്തൊഴിൽ. എല്ലാവർക്കും വലിയ വ്യവസായം തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകില്ല. അതുകൊണ്ട് അവരവർക്ക് സാധിക്കുന്നത് പോലെ കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് ഗുരു ഉപദേശിച്ചു. എവിടെയും കൈത്തൊഴിലിന് വളരെ സാധ്യതകളുണ്ട്. ഏത് ജോലിയും സത്യസന്ധമായി ചെയ്യാനുള്ള മാനസിക അവസ്ഥയാണ് നമ്മളിൽ വളർത്തിയെടുക്കേണ്ടത്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള മോഹം ഉപേക്ഷിക്കണം. കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത തൊഴിൽ മേഖലയെ ഗുരു പ്രോത്സാഹിപ്പിച്ചിരുന്നു. ശാസ്ത്ര സാങ്കേതിക പരിശീലനം. എട്ടാമത്തത് അഷ്ടലക്ഷ്യങ്ങളിൽ എട്ടാമത്തേത് ശാസ്ത്ര പരിജ്ഞാനമാണ്. അത് നേടണമെന്നാണ് ഗുരുവിൻ്റെ ഉപദേശം. ദൈനംദിന ജീവിതം സുഗമമാക്കാൻ കഴിയുന്ന കണ്ടുപിടുത്തങ്ങൾ അനിവാര്യമാണ്. ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യൻ നവീകരിക്കപ്പെടണമെന്നായിരുന്നു. എന്നാൽ ഇന്ന് കുട്ടികളും മുതിർന്നവരും ഇൻ്റർനെറ്റിന് അടിമകളായി തീർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ആധ്യാത്മിക ശാസ്ത്രം കൂടി ചേർക്കുകയാണെങ്കിൽ അപകടം ഒഴിവാക്കാൻ സാധിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പരമഗുരു ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ ഉതകുന്ന 8 ലക്ഷ്യങ്ങൾ കൽപ്പിച്ചത്. ഇരുട്ടിനെ ഭേദിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഗുരു അവതരിച്ചത്. ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള സോദരത്തേനെ വാഴുന്ന ഏക ലോകത്തെ കെട്ടിപ്പടുക്കുന്നതിനാണ് ഗുരുവിൻ്റെ തീർത്ഥാടന ഉദ്ദേശം. ഈ ഉദ്ദേശം ഫലപ്രാപ്തിയിൽ വരണമെങ്കിൽ വിദഗ്ധരായ പ്രഭാഷകരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തി മനസ്സിരുത്തി കേട്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കണം. ഓരോ വർഷത്തെ തീർത്ഥാടനത്തിനും ശിവഗിരിയിൽ പോയി ഗുരു പറഞ്ഞ അഷ്ടലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് ഗുരുവിൻ്റെ കൽപ്പന. അത് നേടുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഗുരുവിൻ്റെ അത്ഭുത സിദ്ധികളും ഗുരുവിൻ്റെ ഫലിതങ്ങളുമാണ് അടുത്ത ലക്കത്തിൽ വരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും തുടരും.